ഈശ്വരാ, എല്ലാ വിഷയത്തിലും A+ കിട്ടണേ. എന്തുവാടി ഈ ബോക്സില്? പകുതി നിന്റെ പടം, ബാക്കി പകുതി ദൈവത്തിന്റെ പടം. നീ കേട്ടിട്ടില്ലേ താൻ പാതി ദൈവം പാതി? കള്ള എന്തൊക്കെ പറഞ്ഞാല് ഈ വർഷം ഞാൻ പരീക്ഷയ്ക്ക് തോക്കും. അതെന്താ? എടി ഞാനേ ഐശ്വര്യമായിട്ട് ഒരു പേന പൂജിച്ച് ബാഗിലിട്ടിരുന്നു. ഇപ്പൊ അത് കാണാനില്ല. അയ്യോ, ഒരു പേന. എടി മഹാഭാവി, നീ ഇതിപ്പോ എവിടെ തുറന്ന് പിടിച്ചോണ്ട് വന്ന്? അതെ, ഈ തോറ്റ് കഴിഞ്ഞാൽ എനിക്കിത് വീട്ടിൽ പറയാനുള്ള ഒരു കാരണമായിരുന്നു. വേണ്ട, ആ കാണുന്ന തെങ്ങണ്ട, അതിന് അച്ഛൻ വെച്ചതാ. നിന്റെ അച്ഛൻ വെച്ചത് അത്രയും മണ്ടരി ആയി പോയല്ലോടെ. എന്റെ അച്ഛന് പറഞ്ഞാണ്ടല്ലോ, എടി ഈ പരീക്ഷക്കൊക്കെ ജയിച്ചാലേ എന്റെ അച്ഛൻ എനിക്ക് 10 ചുരിദാറിന്റെ തുണി വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ തോറ്റു പോയാലാ ഒരു തയ്യൽ മെഷീനും കൂടി വാങ്ങി തരാന്ന്. അതെന്തോന്നിന്? അതൊക്കെ വെച്ച് തച്ചു വിറ്റ് ജീവിച്ചോളാൻ. അപ്പൊ നിന്റെ അച്ഛന് നിന്നോട് സ്നേഹം ഉണ്ട്. പോയേ, അതെ നീ നേരത്തെ തിന്ന നെല്ലിക്കല്ലേ, അത് എത്ര രൂപയാ? എടി അത് ഒരെണ്ണത്തിന് 3 രൂപ കണ്ടേ ഉള്ളൂ. എന്ത് വേണമായിരുന്നാ? എന്റെ അമ്മോ, 3 രൂപയുടെ നെല്ലിക്കൊന്നും തിന്നാനുള്ള ഭാഗ്യം നമുക്കില്ലേ? അയ്യോ, 3 രൂപയുടെ നെല്ലിക്ക തിന്നാനുള്ള ഭാഗ്യമൊന്നും അവക്കില്ല. പക്ഷെ 3 നേരം 100 രൂപയുടെ ഷവർമ്മ മാറ്റി തിന്നാ. എടീ, നിന്റെ ഒരു തമാശ. പരീക്ഷയാണ്, നമുക്ക് പഴയതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയാലോ? അല്ല, ആ കഞ്ഞി വെക്കുന്ന മാമ വന്നിട്ടുണ്ടാ? കണ്ടില്ല. എന്താ എടി, അതിനേക്കാളും പഴയത് ഈ സ്കൂളിനകത്തുണ്ടാ. ഓട്ടിക്കുന്നെങ്കിൽ അങ്ങേരെ ആദ്യം എവിടെ നിന്ന് ഓട്ടിക്കണം. ഇവള് നമ്മളെ പെയ്യൂണ അനീഷട്ട് എന്താ പറ്റിയേ? എടി ലാഭിക്കരെ സ്പിരിറ്റ് ആണെന്ന് പറഞ്ഞ സൾഫ്യൂരിക് ആസിഡ് എടുത്ത് കുടിച്ചോളഞ്ഞടി. അനീഷട്ട് അയ്യോ, എന്നിട്ട് എന്താ HM1 നോക്കിയപ്പോ 2 അസ്ഥി കൂടെ, അതിനൊന്നിന് താടിയുണ്ട് മുടിയുണ്ട്. അപ്പൊ താടി മുടിയുണ്ടെങ്കിൽ നമ്മൾ അനീഷട്ട് തന്നെ ഉറപ്പാ. അതെ, പടം വരയ്ക്കാൻ വരൂട്ടോ. അപ്പൊ എന്താ ചെയ്യാ? ശ്വാസകോശത്തിന്റെ പടമാണെങ്കിൽ എന്നെ നോക്കണ്ട, എനിക്കറിഞ്ഞൂടാ. നീ പേടിക്കണ്ട, അതൊക്കെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. എവിടെ? ഇത് ശ്വാസകോശമായിരുന്നാ? ഞാൻ വിചാരിച്ചേ കപ്പ പുഴുതു വച്ചേക്കുന്ന പടമായിരിക്കും. വരയ്ക്കാനും അറിഞ്ഞൂടാ, പഠിച്ചോണ്ട് വരൂല. എന്തിനാണോ രാവിലെ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? നീ വലിയ ഡയലോഗ് ഒന്നും പറയണ്ട. ഇന്നലെ ഫോം പൂരിപ്പിക്കുമ്പോഴേ നിന്റെ അച്ഛന് ഇനീഷ് മാറ്റി എഴുതിയോളല്ലേ നീ? അല്ല, നീ എന്താ എഴുതിയത്? AC ഷൺമുഖൻ. അതെ, ഞാൻ എന്തിനാ അവളെ ചെറുതാവുന്നേ? നീ എന്തായിരുന്നു എഴുതി? ഫ്രിഡ്ജ് മണി. അയ്യേ, എന്താ നിന്റെ അച്ഛൻ എന്താ ജോലി? എന്റെ അച്ഛൻ പോലീസിലല്ലേ? പോലീസിൽ എന്താ ജോലി? തൊണ്ട് തല്ലക്ക. നീ പോലീസിൽ എന്താ ജോലി? കള്ളനെ പിടിക്കുന്നതല്ലേ? എന്നിട്ട് എത്ര കള്ളനെ പിടിച്ചു? അതൊന്നും ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. അതെന്ത്? കൊള്ളാം, ഒരാളെയൊക്കെ നേരെ തിന്നിർത്ത് ഞാൻ എത്രയെന്നും പറഞ്ഞു എന്നോടി. അപ്പൊ മോളുടെ അച്ഛൻ തന്നെ മോഡേൺ ആർട്ട് വരയ്ക്കാൻ വരേ? അയ്യോ, അത് എളുപ്പമല്ലേ, നിനക്കറിഞ്ഞൂടെ? ഇങ്ങനെ അങ്ങ് വരയ്ക്കണം. ഇതെന്തോ നാടിത്? ഇതാണ് കുട്ടി പട്ടം പറത്തുന്ന ചിത്രം. ഇതിലെവിടെ പട്ടം? ദാ ഇങ്ങ മോളില്. ഇതിലെവിടെ കുട്ടി? ദാ ഇങ്ങ താഴെ. അപ്പൊ ഈ വര എന്തോന്ന്? ഈ പട്ടം വള്ളിയില്ലാതെ പറക്കോ? അപ്പൊ ഇതാണല്ലേ മോഡേൺ ആർട്ട്? കണ്ടുപടി. അതെ, ഒന്ന് വേഗം ന്യൂട്ടന്റെ ഗുരുത്വാകർഷണം ഒന്ന് പറഞ്ഞു നീയേ. ഒരു ഗുരുത്വം ഇല്ലാത്തവനാ. ഗുരുത്വം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങേരെ തലയിൽ ആപ്പിള് വീഴുവായിരുന്നാടി. അറിഞ്ഞുകൂടില്ലെങ്കിൽ പറഞ്ഞുവിടറേ. അതെ, നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ 100-ൽ 100 വാങ്ങിക്കും. വാങ്ങിക്കും. എടി, അറബിക്കടലിലെ റാണി ആരാണെന്ന് ചോദിച്ചപ്പോ കക്കിറച്ചി എന്ന് പറഞ്ഞവളല്ലേ നീ? ഓ, വലിയ പുണ്യാളെത്തി. എടി, ലോക ബാങ്ക് എവിടെ ചോദിച്ചപ്പോ നീ ATM അപ്പുറത്തൊന്ന് പറഞ്ഞോളല്ലേ നീ? അയ്യോ, ഞാൻ വലിയ പഠിപ്പിസ്റ്റൊന്നും അല്ലേ, എനിക്ക് നിന്റെ അത്ര ബുദ്ധിയും ഇല്ല. അതെ, ഹ്യൂമോണിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? സിമ്പിൾ ഹമ്പിൾ മാറ്റർ. തടി വളരും, മീശ വളരും, മുടി വളരും. അതെ, ഞാൻ ഹ്യൂമോണിന്റെ പ്രത്യേകതയാണ് ചോദിച്ചത്, അല്ലാതെ ഹോർമോണിന്റെ പ്രത്യേകതയല്ല. വലിയ ടീച്ചർ വന്നേക്കണ്. എടി, കോസ് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഈക്വൽ ടു കാലിത്തീറ്റ. അതെ, കൂടുതൽ ഇവിടെ കിടന്ന് ഷൈൻ ചെയ്യല്ലേ. ആന എപ്പോഴും ചെവിയാട്ടിക്കൊണ്ട് നിൽക്കുന്ന എന്തിനാണെന്നുള്ള ടീച്ചറിന്റെ ചോദ്യത്തിന് അതിന്റെ അഹങ്കാരം എന്നല്ലേ നീ എഴുതി വെച്ചത്? എന്താ ശരിയല്ലേ? നിന്റെ 2 ചെവി ആട്ടാത്തതിന്റെ ലാസൂയല്ലേത്? എങ്ങനെയൊക്കെ പോയ 4 കാലില് നീ ഇവിടെ വീഴുള്ളൂ എന്ന് എനിക്കറിയാം. വാടി. എടി, നമ്മള് സ്കൂളിലെ അരുൺ തുളസീധരനെ ഇട്ടെങ്കിലാവാണെന്ന് നിനക്കറിയാലോ. അതെ, നീ ഇവിടെ പഠിക്കാൻ വരുന്നതാണോ അത് അയാളെ ലൈൻ അടിക്കാൻ വരുന്നതാണോ? പറയട്ടെ, അരുൺ ചേട്ടൻ എന്നെ വാവേ വാവേന്ന് വിളിക്കുക. അങ്ങേരാണ് വിളിക്കുന്നെങ്കിൽ നിന്നെ വാവേന്നായിരിക്കില്ല, വാതേന്നായിരിക്കും വിളിക്കുന്ന. പൊടി. എന്താടി നോക്കണമെന്ന്? ഞാനേ അരുൺ ചേട്ടനെ എഴുതിയ ലവ് ലെറ്റർ നീ ഒന്ന് വായിച്ച് അതിന്റെ ഇതൊന്ന് പറഞ്ഞേ. കൊള്ളാലോ. ഫസ്റ്റ് കൊള്ളാടി, അടിപൊളി. സെക്കൻഡ് ഹാഫ് കുറച്ച് ബോറായി പോയി കേട്ടാ. ക്ലൈമാക്സ് വായിച്ചോണ്ടിരിക്കുക. നിന്നോട് മലയാള സിനിമയിലെ റിവ്യൂ അല്ലേ ചോദിച്ചത്? ഞാൻ ആദ്യമായിട്ട് എഴുതിയ ലവ് ലെറ്റർ. അത് മാത്രമാണ് ആ ഒരു ലവ് ലെറ്ററിന്റെ കുറവ്. വാക്കത്തി പ്രയോഗിക്കേണ്ടി വരെ. അതെ, നിന്റെ ലവ് ലെറ്റർ മോശമായാലും നീ വാക്കത്തി എന്റെ അടുത്ത് പ്രയോഗിച്ചിട്ട് എന്ത് കാര്യം? വാക്കത്തില്ലടി, വാക്യത്തിൽ പ്രയോഗിക്കേണ്ടി വരും. നീ അങ്ങനെയൊന്നും ചോദിച്ച് പേടിപ്പിക്കണ്ട, എനിക്കതൊക്കെ അറിയാം. എന്നാ പറ. ഇടിവെട്ടിയനെ പാമ്പ് കടിച്ചു. വയലിൽ കൂടെ ഒരാൾ നടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് അയാളുടെ തലയിൽ ഇടിവെട്ടി. അതിലൂടെ ഇഴഞ്ഞു വന്ന പാമ്പ് അയാളെ കടിച്ചു. എന്നിട്ട് എന്താ ആശുപത്രി കൊണ്ടുപോയി കാണും. തീർന്നാ? ഇല്ല, സീരിയസാ. എടി, ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യുന്നതിനെ കൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് ഹിന്ദി ഒന്ന് നോക്കിയാലോ? പിന്നെന്താ?
കസാരക്ക് ഹിന്ദിയിൽ എന്ത് പറയും? കുർസി. അപ്പൊ 3 കസാരക്ക് ഹിന്ദിയിൽ എന്ത് പറയും? തിക്കുറിശി. കുരിശല്ലേ പണ്ടാറേ ചങ്കാരടി. അതാരാ? എന്റെ അപ്പൂപ്പൻ. ആ അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞപ്പോഴാ എടി എന്റെ അപ്പൂപ്പനെ ആശുപത്രിയിലാ. ഈ പരീക്ഷ കഴിഞ്ഞിട്ടോടെ എനിക്ക് അങ്ങോട്ടൊന്ന് പോവാൻ. അയ്യോ അപ്പൂപ്പന് എന്താ പറ്റിയടി? യോ പാവോടി, തൊണ്ടയിലും മുഴ മണ്ടയിലും ഓപ്പറേഷനാ. ഏത് ഡോക്ടറാടി പറഞ്ഞത് തൊണ്ടയിലും മുഴയാണ് മണ്ട വെട്ടി പൊളിക്കണം? ഈ മന്ദബുദ്ധി, തൊണ്ടയിലും മുഴ മണ്ട ഓപ്പറേഷൻ, അതായത് വരുന്ന തിങ്കളാഴ്ച ഓപ്പറേഷൻ ആണെന്ന്. ആണോ? ഏതാടി ഡോക്ടർ? ആ സുരേന്ദ്രൻ ഡോക്ടർ അടി. അയ്യോ അപ്പൂപ്പനെ ചികിത്സിച്ചപ്പോഴേ പറയണേ അപ്പൂപ്പൻ അടിയന്തരമായിട്ട് ഓപ്പറേഷൻ വേണോന്ന്. ഈ ഡോക്ടർ സുരേന്ദ്രനാണെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാവും അടിയന്തരം. തോന്നിവാസം പറഞ്ഞാണ്ടല്ലോ. അതൊക്കെ അവിടെ നിക്കട്ടെ. ഡി കഴിഞ്ഞ അത്തപ്പൂക്കള മത്സരത്തിന് കള്ളത്തരം കാണിച്ചല്ലേ ഇടി നീ first അടിച്ചത്? ഞങ്ങളുടെ ടീമിനെ നല്ല നാടൻ പൂക്കൾ ഇട്ടിട്ടാ ഫസ്റ്റ് വാങ്ങിയത്. അയ്യടാ എടി, പത്തം പൊളിച്ചപ്പോ ഞാൻ കണ്ടടി തുമ്പപ്പൂവിന് പകരം വെളുത്തുള്ളിയിലെ തോടിങ്ങനെ വാരി വെതറിയിട്ടേക്കുന്നത്. അത് പൂ വാങ്ങിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ? നീ അറിഞ്ഞില്ലേ 500 നോട്ട് നിരോധിച്ചത്? എന്റെ അമ്മോ, ആ 100ന്റെ 5 നോട്ട് നിന്റെ കയ്യിലിരിക്കുന്നത് ഞാൻ കണ്ടതാ. അപ്പൊ 500 നിരോധിച്ചത് തന്നെയാ. പൈസ മുക്കാൻ കാണിക്കുന്ന ഓരോ അടവ് പതുക്കെ പറ, അല്ലെങ്കിൽ ആ ടീച്ചർക്ക് എന്നെ കണ്ണെടുത്ത കണ്ടൂടാ. അതെനിക്ക് മനസ്സിലായി. ഗണപതി കുരുട്ടി വെച്ചിരുന്ന ചാണകം കണ്ടില്ലെന്ന് പറഞ്ഞ് നിന്നെ അവിടെ നിർത്തി പൊരിക്കുന്നാട്ടല്ല. അയ്യോ അപ്പൊ അത് ശർക്കര ഇല്ലായിരുന്നോ? അപ്പൊ നീ അതും എടുത്ത് വിഴുങ്ങിയാ? അയ്യോ ദേ പരീക്ഷകൾ വെല്ലടി ജയിച്ചരാ. എനിക്ക് പേടിയാവുന്നുണ്ട്, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. അതിന് നീ പേടിക്കുന്ന എന്തിന്? എടി ഈ പരീക്ഷ എഴുതാനുള്ള തുണ്ടല്ലേ എന്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇതൊക്കെ എവിടൊക്കെ എന്തൊക്കെ ഇരിക്കണം നിനക്ക് അറിയോ? അതിനല്ലേ ഇത്. എന്തോന്നത്? എടി ഇതാണ് ആ തുണ്ടുകളിലേക്ക് എത്താനുള്ള നമ്മുടെ റൂട്ട് മാപ്പ്. ഭഗവാനെ നീ എന്നെ വിളിയേട്ടു. ഞാൻ പരീക്ഷയ്ക്ക് ജയിച്ചുട്ടാ, അതും സയൻസ് പരീക്ഷയ്ക്ക്. എന്ത് പരീക്ഷ? സയൻസേ. യോ എന്നാ നമ്മൾ ഇപ്രാവശ്യവും തോറ്റടി. എന്തേ? എടി പിന്നെ ടൈം ടേബിൾ മാറിപ്പോയി. ഞാന് കണക്ക് പരീക്ഷയുടെ തുണ്ടാ എടുത്തത്. അയ്യോ ഇവളെ കൊണ്ട് തോറ്റു.